ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ ദേവിയുടെ ഓരോരോ സത്യങ്ങളായിട്ട് ആനന്ദ് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ ഈ ദേവിമോള് എത്രാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടെന്ന് അമ്മയ്ക്ക് അറിയാവോ? വെറും 10ാം ക്ലാസ് ആണ് ഇവളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് വിളിച്ച് പറയാ. അത് കേൾക്കുന്ന ആർക്കും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. എടാ ആനന്ദേ, നീ എന്തൊക്കെയാടാ ഈ വിളിച്ച് പറയുന്നേ എന്ന് ബാലൻ ചോദിക്കുക. പെട്ടെന്ന് മീനു പറയും, ആനന്ദേട്ട, ഒരാളുടെ യോഗ്യത അളക്കുന്നത് വിദ്യാഭ്യാസമാണോ എന്ന് ചോദിക്കുക. ഒരിക്കലും അല്ല മീനു. ഒരാളെ നമ്മൾ അളക്കേണ്ടത് അവരുടെ വിദ്യാഭ്യാസം വെച്ചിട്ടല്ല. പക്ഷെ കള്ളം പറയുന്നത് വിശ്വാസവഞ്ചനയാ. അത് സഹിക്കാൻ ഒരിക്കലും സാധിക്കില്ല. ചതിയാ, കൊടും ചതി. ഇവളുടെ യോഗ്യതകൾ മറച്ചു വെച്ച ഈ കല്യാണം നടത്തിയത്. അത് ശരിയാണെന്ന് മീനുവിന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം. പെട്ടെന്ന് മിത്ര പറയും, ആനന്ദേട്ട, ഞങ്ങൾക്ക് ആർക്കും ഇതൊന്നും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഏടത്തി സ്കൂളിൽ ജോലി ചെയ്തിട്ടുണ്ട്, IT കമ്പനി ജോലി ചെയ്തിട്ടുണ്ട്. വെറും 10ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ഒരാൾക്ക് അവിടെയൊക്കെ ജോലി ചെയ്യാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിക്കുക. അത് കേൾക്കുമ്പോഴത്തേക്കും ആനന്ദ് പറയും, മിത്രേ, കറക്റ്റ് ചോദ്യം. ഇപ്പം നീ ചോദിച്ച ഈ ചോദ്യം ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ടുള്ള ചോദ്യമാണ്. ഇത് മീന് ചോദിക്കുന്ന ഞാൻ പ്രതീക്ഷിച്ചേ, പക്ഷെ നീ എന്നെ ഞെട്ടിച്ച് കളഞ്ഞു എന്ന് മിത്രയോട് പറയാൻ കേട്ടോ. അപ്പോൾ വാ പൊത്തിപ്പിടിച്ച് ദേവി കരയുക. ആർക്കും ഒന്നും സംസാരിക്കാൻ പോലും സാധിക്കുന്നില്ല. ഇവളുടെ വിദ്യാഭ്യാസ യോഗ്യത ഞാൻ എങ്ങനെ മനസ്സിലാക്കിയെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എല്ലാവരോടുമായിട്ട് ചോദിക്കുകയാണ്. നിങ്ങൾക്കറിയണ്ടേ ഞാൻ എങ്ങനെ കണ്ടുപിടിച്ചെന്ന്? അത് കേൾക്കുന്ന ദേവിയാണെങ്കിൽ അനങ്ങാൻ പോലും സാധിക്കാതെ ആനന്ദിന്റെ മുഖത്തോട്ട് ഞെട്ടി നോക്കുകയാണ്. ആനന്ദും കൂടെ കരയുന്നുണ്ട് കേട്ടോ. ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റപ്പം എനിക്ക് ദിവ്യദൃഷ്ടി കിട്ടിയതൊന്നുമല്ല. ഇവളെ പറ്റിയുള്ള ഓരോ സത്യങ്ങളും ഞാൻ മനസ്സിലാക്കിയത്. അച്ഛ സ്കൂൾ മാനേജറോട് സംസാരിച്ച് അച്ഛൻ ഇവക്കൊരു ജോലി മേടിച്ചു കൊടുത്തത് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുക. അപ്പൊ ബാലൻ ആ ഓർമ്മകളിലേക്ക് പോവാണ്. ആ സ്കൂളിൽ ജോയിൻ ചെയ്തതിന് ശേഷം എന്താ നടന്നതെന്നറിയാവോ? മാനേജർ ഇവളോട് പലതവണ സർട്ടിഫിക്കറ്റ് ചോദിച്ചു. പക്ഷെ ഈ പേരും കള്ളി ഉണ്ടല്ലോ, ഒന്നും കൊടുത്തില്ല. ഒരു സർട്ടിഫിക്കറ്റും ആ മാനേജറുടെ കൈ കൊടുത്തില്ല എന്ന് ആനന്ദ് പറയാണ് കേട്ടോ. ഇവളെല്ലാം മറച്ചു വെച്ചു. ഓരോ തവണ ചോദിക്കുമ്പോഴും ഓരോരോ കള്ളങ്ങൾ പറഞ്ഞ് ഇവള് ഒഴിഞ്ഞു മാറുകയായിരുന്നു അയാളുടെ മുന്നിൽ ചെയ്തത് എന്ന് പറയാം. അപ്പം നമ്മുടെ ബാലൻ ഇതൊക്കെ ശ്രദ്ധയോടെ കേൾക്കുകയാണ്. ഇതിലൊക്കെ സത്യമുണ്ടോ എന്ന് ചിന്തിച്ച് അവസാനം തൊട്ടടുത്ത ദിവസം നിർബന്ധമായും സർട്ടിഫിക്കറ്റ് സ്കൂളിൽ എത്തിക്കണമെന്ന് അച്ഛൻ ഇവളോട് പറഞ്ഞു. നിങ്ങൾ ആരെങ്കിലും ഇവളുടെ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടോ എന്നെല്ലാവരോടുമായിട്ട് ആനന്ദ് ചോദിക്കുക. അപ്പം അങ്ങനെ ഒന്നും ആരും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇല്ല എന്നുള്ള രീതിയിൽ തലയാട്ട. MA ലിറ്ററേച്ചറിൻ്റെ സർട്ടിഫിക്കറ്റ് ഇവളുടെ കയ്യിൽ ഉണ്ടെങ്കിലല്ലേ? അല്ല, അത് ഞാൻ തിരുത്തി പറയാം. MA ലിറ്ററേച്ചർ പഠിച്ചാലല്ലേ ഈ സർട്ടിഫിക്കറ്റൊക്കെ ഇവർക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ 10ാം ക്ലാസ് വരെ പഠിച്ച ഇവൾക്ക് അതൊക്കെ എങ്ങനെ കിട്ടാനാ? MA പഠിക്കാത്ത ഒരാൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുമോ എന്ന് വീണ്ടും ചോദിക്കുക. ഇല്ല, ഒരിക്കലും കിട്ടില്ല. അപ്പോൾ ഇവൾ എന്താ ചെയ്തതെന്നറിയാവോ? ഈ കള്ളി എന്തൊക്കെ ചതികളെ ചെയ്ത് കൂട്ടിയതെന്ന് അറിയാവോ എന്ന് ചോദിക്കാം. അവള് ജോലി അങ്ങ് വേണ്ടെന്ന് വെച്ചു. അതാണല്ലോ അവളെ സംബന്ധിച്ച് എളുപ്പത്തിൽ എടുക്കാവുന്ന തീരുമാനം. അല്ലാതെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ ഇവളെ കൊണ്ട് സാധിക്കില്ലല്ലോ. അങ്ങനെ വെറുതെ വേണ്ടെന്ന് വെച്ചതല്ല. നല്ല സൂപ്പർ ജോലി വേറെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് സ്കൂളിലെ ജോലിക്ക് പോകുന്നില്ല എന്ന് അവൾ അങ്ങോട്ട് കള്ളം പറഞ്ഞ് എല്ലാവരെയും വിശ്വസിപ്പിച്ചു. എത്രയൊക്കെ കള്ളങ്ങളാ പറഞ്ഞതെന്നറിയാവോ? നമ്മൾ മണ്ടന്മാരായതുകൊണ്ട് അതൊക്കെ വിശ്വസിച്ചു. IT കമ്പനി ജോലിക്ക് പോകാനാണ് ഇവക്ക് അനുവാദവും കൊടുത്തു. ഇവള് പൊക്കോട്ടെ എന്ന് അച്ഛൻ ഇവിടെ എല്ലാവരോടുമായിട്ട് പറഞ്ഞു. അല്ലേ അച്ഛ എന്ന് ബാലനോട് ചോദിക്കുക. അപ്പം കേട്ട സത്യങ്ങളൊന്നും വിശ്വസിക്കാൻ കഴിയാതെ എല്ലാവരും ദേവിയെ തന്നെ സൂക്ഷിച്ചു നോക്കുക. നിന്റെ IT കമ്പനിയിലെ ജോലി അത് എങ്ങനെ ഉണ്ടായിരുന്നു? പറഞ്ഞു കൊടുക്കണേ എല്ലാവർക്കും. നീ എവിടെയാ ജോലി ചെയ്തതെന്ന് കേൾക്കട്ടെ എല്ലാവരും. പക്ഷേ ദേവിയാണെ മിണ്ടുന്നു പോലുമില്ല. മീനാക്ഷി, മിത്രേ, അനുക്കുട്ടി, നിങ്ങളൊക്കെ ആയിരുന്നല്ലോ ഇവളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി. നിങ്ങൾ പറ, ഇവൾ എവിടെയാ ജോലി ചെയ്തിരുന്നതെന്ന് നിങ്ങൾ പറ. ഈ ഏട്ടത്തിക്ക് കിട്ടിയ ജോലി എന്തായിരുന്നു എന്ന്. പെട്ടെന്ന് മിത്ര പറയും, IT കമ്പനിയിൽ നല്ലൊരു ജോലിയല്ലേ ഏട്ടാ കിട്ടിയത്? സ്കൂളിലെ ജോലിയേക്കാളും നല്ലൊരു ജോലി എന്ന്. അപ്പം മീനും അതിനെ സപ്പോർട്ട് ചെയ്ത് പറയാണ്. നല്ല ജോലി. എന്തായിരുന്നു ജോലി എന്നറിയാവോ? അവളുടെ ഒരു IT കമ്പനി, വളരെ നല്ല ജോലി. ഇവൾ എവിടെയാ ജോലി ചെയ്തിരുന്നെന്ന് അറിയാവോ? നിങ്ങളെല്ലാവരെയും ഇവൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചതാ. ഇവൾ IT കമ്പനി കണ്ടിട്ട് പോലും ഇല്ല എന്ന് ആനന്ദ് പറയാണ് കേട്ടോ. നിങ്ങൾ അന്ന് ഇവളോട് കുറേ കാര്യങ്ങൾ ചോദിച്ചില്ലായിരുന്നോ? ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. നിങ്ങളതൊക്കെ മറന്നുപോയോ? ക്യാബ് വരുമോ? നൈറ്റ് ഷിഫ്റ്റ് ആണോ? ഓഫീസ് എവിടെയാണെന്നൊക്കെ
അപ്പം ഇവളെന്താ പറഞ്ഞത്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ ഇവളോട് ചോദിച്ചില്ലേ, എന്തിനെങ്കിലും വ്യക്തമായിട്ടൊരു ഉത്തരം ഇവള് നിങ്ങൾക്ക് തന്നോ എന്ന് എല്ലാവരോടുമായിട്ട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവള് എന്തൊക്കെയാ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അപ്പം അതെല്ലാം എല്ലാവരുടെ മനസ്സിലേക്ക് കടന്നു വരികയാണേ. അപ്പം പെട്ടെന്ന് നമ്മുടെ മീനു ചോദിച്ച ചോദ്യം മീനുവിൻ്റെ മനസ്സിലേക്ക് കടന്നു വരിക. അല്ല എടുത്തി, ഓഫീസിലെ എടുത്തിക്ക് എന്തൊക്കെ ജോലിയാണ് ഉള്ളത് എന്ന് ചോദിച്ചത്. അപ്പോഴത്തേക്കും ദേവി പറയും, അയ്യോ അത് പറയാതിരിക്കുന്നതാ നല്ലത്, അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന പണിയൊന്നും ഇല്ല മോളെ, പണിയെടുത്ത് നമ്മുടെ നടുവങ്ങൊടിയും. അപ്പം ബാലൻ ചോദിക്കുന്നുണ്ട്, IT കമ്പനിയിലെ ജോലി ഇത്രയും കഷ്ടപ്പാടാണോ? അപ്പം മീനു പറയുന്നുണ്ട്, കോപ്പറേറ്റീവ് കമ്പനി അല്ലേ അച്ഛാ, സ്റ്റാഫുകളെയൊക്കെ അവർ മാക്സിമം പിഴിഞ്ഞെടുക്കും എന്ന് ബാലനോട് മീനു പറഞ്ഞതും ഒക്കെ മീനുവിൻ്റെ മനസ്സിലേക്ക് കടന്നു വരിക. നമ്മളെ അങ്ങ് പിഴിഞ്ഞെടുക്കും അവർ ബാലച്ച എന്ന് ദേവി അപ്പം പറയുന്നുണ്ട്. മോളെ നിനക്കിതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ആ സ്കൂളിലെ ജോലി തന്നെ മതിയായിരുന്നില്ലേ എന്ന് ചോദിക്കുക വീണ്ടും. അപ്പം ദേവി നിന്ന് പരിങ്ങിയതും ഒക്കെ എല്ലാവരും ഓർക്കുക. വീണ്ടും ആനന്ദാണ് ബാക്കി കാര്യങ്ങൾ പറയാ. പക്ഷേ ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് പ്രസന്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഏടത്തി ഉണ്ടല്ലോ IT കമ്പനിയിലെ ജോലിക്കാരിയായി. അങ്ങനെ IT കമ്പനി പോവാണെന്നും പറഞ്ഞ് ഇവിടുന്ന് ഒരുങ്ങിക്കെട്ടി ഇറങ്ങാൻ തുടങ്ങി. പാവം എൻ്റെ അമ്മ രാവിലെ ഇവള് പോകുന്നതിന് മുന്നേ ഇവക്ക് വേണ്ടതെല്ലാം ഒരുക്കി തയ്യാറാക്കി കൊടുത്തു. വൈകുന്നേരം ഇവള് വരുന്നതും കാത്ത് നിന്നു. ഇവള് വരാൻ വൈകുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ അമ്മയ്ക്ക് ആദ്യമായിരുന്നു അത്രയധികം എൻ്റെ അമ്മ നിന്നെ സ്നേഹിച്ചതാടി. എന്നിട്ട് നീ അവരോടൊക്കെ എന്താ ചെയ്തു കൂട്ടിയത്? അച്ഛനാണെങ്കിലോ മരുമകൾക്ക് നല്ലൊരു ജോലി കിട്ടിയതിൽ ഒരുപാടങ്ങ് സന്തോഷിച്ചു എന്ന് പറയണേ. ഇപ്പം ദേവിയാണ് ഒരക്ഷരം മിണ്ടുന്നില്ല കേട്ടോ. ഇവളുടെ പഠിപ്പിനനുസരിച്ചുള്ള ജോലി കിട്ടി എന്നുള്ള സന്തോഷമായിരുന്നു എല്ലാവർക്കും. നിന്റെ ഉയർച്ച കണ്ടുകൊണ്ട് ഈ കുടുംബം മുഴുവനും സന്തോഷിച്ചു. നിന്റെ സന്തോഷങ്ങൾക്കൊപ്പം ഇവിടെയുള്ള എല്ലാവരും കൂട്ടുനിന്നു. ഇവള് ജോയിൻ ചെയ്ത ഫസ്റ്റ് ദിവസം ഞാൻ തന്നെ ഇവളെ ഓഫീസിൽ കൊണ്ടാക്കി എന്ന് ആനന്ദ് വീണ്ടും എല്ലാവരോടുമായിട്ട് പറയാം. ജോലി കഴിഞ്ഞ് വരുമ്പം ആ ഓഫീസിന്റെ മുൻപിൽ ഞാൻ ഇവളെയും കാത്തു നിന്നു. ഇവളോട് ഞാൻ പലതവണ ചോദിച്ചതാ, എവിടെയാണ് നിൻ്റെ ഓഫീസ്, അതോ എന്നെ ഓഫീസിലും കൂടി കൊണ്ടുപോയി എന്നെ ഒന്ന് പരിചയപ്പെടുത്തുക എന്ന്. പക്ഷേ ഇവള് സമ്മതിച്ചില്ല. അപ്പോഴൊക്കെ ഇവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറിക്കൊണ്ടേയിരുന്നു. അങ്ങനെ കുറേ ദിവസങ്ങൾ മുന്നോട്ട് പോയി. ഞാനൊരു മണ്ടനായതുകൊണ്ട് ഇവളോടുള്ള അന്ധമായ സ്നേഹം കാരണം ഇവള് പറയുന്ന സകല കള്ളങ്ങളും വിശ്വസിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാ ഈ IT കമ്പനിയിലെ ജോലിക്കാരെ ഞാൻ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടിയത്. ഇവളുടെ യഥാർത്ഥ കോലം എന്താണെന്ന് അന്നാ ഞാൻ തിരിച്ചറിഞ്ഞത്. പിന്നീട് ഇവളെക്കുറിച്ചുള്ള ഓരോരോ സത്യങ്ങളായി ഞാൻ മനസ്സിലാക്കി. ഞാൻ എവിടെ വെച്ചായിരിക്കും ഇവളെ കണ്ടത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ സ്ഥലം ഒന്ന് ഊഹിക്കാൻ പറ്റുമോ എന്ന് ആനന്ദ് എല്ലാവരോടും കരഞ്ഞുകൊണ്ട് ചോദിക്കാൻ കേട്ടോ. അപ്പം ആരും അതിന് ഒരു മറുപടിയും പറയുന്നില്ല. തങ്ങളുടെ മുന്നിൽ ഇപ്പം അരങ്ങേറുന്നത് സത്യം തന്നെയാണോ എന്ന് ആർക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി ഫർണിച്ചർ ഓർഡർ എടുത്ത് വരുന്ന വഴിക്ക് നല്ല ബിരിയാണി കിട്ടുന്ന ഒരു ഹോട്ടലുണ്ട്, അവിടെ ഞങ്ങൾ ആഹാരം കഴിക്കാനായിട്ട് ഇരുന്നു എന്ന് എല്ലാവരോടുമായിട്ട് ആനന്ദ് പറയാം. അപ്പം ദേവി, ആനന്ദേട്ടാ പ്ലീസ് എന്നിങ്ങനെ പതിയെ പറയുന്നുണ്ട്. എൻ്റെ ഭാര്യയെക്കുറിച്ച് ഞാനിങ്ങനെ വാതോരാതെ അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ആനന്ദ് കരഞ്ഞുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. ഒന്നും സഹിക്കാൻ പറ്റാതെ, ദേവിയെപ്പോലെ ഒരു ഭാര്യയെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണെന്നും അവൾ ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യമാണെന്നും ഒക്കെയാ ഞാൻ അവനോട് ഓരോ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിരുന്നത്. ഇവളെപ്പറ്റിയുള്ള ഓരോ ഗുണങ്ങളും ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. അത്രമാത്രം ഇവൾ എൻ്റെ മുന്നിൽ അഭിനയിച്ച് നിന്നിട്ടുണ്ടല്ലോ എന്ന് പറയാം. എന്നിട്ട് ആനന്ദ് വീണ്ടും കണ്ണു തുടയ്ക്കാണ് കേട്ടോ. ആ സമയത്ത് ഹോട്ടലിൽ ജോലി ചെയ്തിരുന്നൊരു പെൺകുട്ടി ഞങ്ങളുടെ മുന്നിൽ വന്ന് ക്ലാസ്സിൽ വെള്ളം ഒഴിച്ചു എന്ന് ആനന്ദ് വീണ്ടും പറയാം. യാദൃശികമായിട്ട് ഞാൻ തലയുയർത്തി നോക്കിയപ്പോഴേ അത് ആരായിരുന്നു എന്ന് നിങ്ങൾക്കറിയാവോ എന്ന് ചോദിച്ച് ആനന്ദ് വീണ്ടും കരയുക. മോനെ ആനന്ദേ, നീ കരയല്ലേ എന്ന് അപ്പോൾ ഗോമതി പറയാം. ആ ഹോട്ടലിൽ നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി അച്ഛാ എന്ന് പറയാം. അപ്പം ആനന്ദ് വീണ്ടും കരഞ്ഞോണ്ടായി പറയുന്നത്, അവൾ ആരായിരുന്നു എന്ന് നിങ്ങൾക്കറിയോ എന്ന് എല്ലാവരോടുമായിട്ട് ചോദിക്കാം. ഇപ്പം ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അത് ദേവിയാണെന്നേ. ദേവി തല കുനിച്ചു തന്നെ നിൽക്കുക. അച്ഛനെങ്കിലും പറയാൻ പറ്റുമോ അത് ആരായിരുന്നു എന്ന്? അമ്മ പറ, അമ്മയ്ക്ക് പറയാൻ പറ്റുമോ എന്ന് ഗോമതിയോട് വീണ്ടും ചോദിക്കാം. ആ പെൺകുട്ടി ആരായിരുന്നു എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്ന് വീണ്ടും എല്ലാവരുടെ അടുത്ത് എന്ന് ആനന്ദ് ഓരോരുത്തരോടായിട്ട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരക്ഷരം പോലും ആരും മിണ്ടുന്നില്ലേ. പെട്ടെന്ന് ആനന്ദ് പറയും, പറ്റില്ല, നിങ്ങൾക്ക് ആർക്കും പറയാൻ സാധിക്കില്ല. ആ പെൺകുട്ടിയെ ദേ ഈ നിൽക്കുന്നവളാ, ഇവളായിരുന്നു. ഇവൾ ആ ഹോട്ടലിൽ വെയിറ്റർ ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ദേവിയെ ചൂണ്ടിക്കൊണ്ട് എല്ലാവരോടുമായിട്ട് പറയാൻ കേട്ടോ. അപ്പോൾ വിശ്വസിക്കാൻ കഴിയാതെ എല്ലാവരും നമ്മുടെ ദേവിയെ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുക. എന്തൊക്കെ കള്ളത്തരങ്ങളാണ് ഇവൾ ചെയ്തു കൂട്ടിയത് എന്നുള്ള രീതിയിൽ. അപ്പോൾ ദേവിയാണ് കണ്ണ് തുറന്ന് എല്ലാവരെയും നോക്കുക. എല്ലാവരുടെ മുഖത്ത് തന്നോടുള്ള അവജ്ഞ കാണുമ്പോൾ ദേവി വീണ്ടും തല കുനിക്കുക. IT കമ്പനിയിലെ ജോലിക്കാരി, അമ്മ
അമ്മയുടെ പുന്നാര ദേവിമോള് അമ്മയ്ക്ക് ഇവളെ പറ്റി പറയുമ്പോൾ 100 നാവായിരുന്നില്ലേ എന്ന് ചോദിക്കാം. പെട്ടെന്ന് കേട്ട സത്യങ്ങളൊന്നും വിശ്വസിക്കാൻ കഴിയാതെ ഗോമതി ആണെങ്കിൽ കാലിടറി വീഴാൻ തുടങ്ങാണ് കേട്ടോ. പെട്ടെന്നൊരു ബലത്തിനായിട്ട് അവിടെയുള്ള ഒരു കസേരയിലേക്ക് ഗോമതി ഇരുന്നു പോവാണ്. എന്തൊക്കെയാണ് തങ്ങളുടെ ചുറ്റിനും നടക്കുന്നത് എന്നറിയാതെ. ബാലനാണെങ്കിലും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. തൻ്റെ മകൻ്റെ ജീവിതം താനായിട്ട് നശിപ്പിച്ചല്ലോ എന്നൊക്കെയുള്ള കുറ്റബോധത്തോടു കൂടിയാ ബാലന് നിൽക്കുന്നത്. അന്നാ ഞാൻ ഇവളെക്കുറിച്ചുള്ള പല സത്യങ്ങളും മനസ്സിലാക്കിയത് എന്ന് ആനന്ദ് വീണ്ടും എല്ലാവരോടുമായിട്ട് പറയുവാണ് കേട്ടോ. ആനന്ദ് പറയുന്നതൊക്കെ സത്യം തന്നെയാണോ അതോ ഒരു കഥയാണോ എന്നുള്ള രീതിയിൽ എല്ലാവരും നിൽക്കുന്നത്. സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ട് IT കമ്പനിയിൽ ജോലി എന്ന് പറഞ്ഞ് ഇവള് രാവിലെ ഇറങ്ങും, വൈകിട്ട് തിരിച്ചു വരും എന്ന് ആനന്ദ് പറയാണ്. പകലും മുഴുവൻ പാർക്കിലോ ബീച്ചിലോ അമ്പലങ്ങളിലോ സമയം ചെലവഴിച്ചിട്ട് വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുന്നത് പോലെ ഇവള് വരുന്നതായിരുന്നു എന്ന് വീണ്ടും പറയാണ് കേട്ടോ. ഇതൊന്നും ആർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന പോലുമില്ല. അങ്ങനെ ഒരുപാട് ദിവസം മുന്നോട്ട് പോയാൽ നമുക്കൊക്കെ സംശയം തോന്നൂലേ എന്ന് ആനന്ദ് വീണ്ടും ദേവിയെ നോക്കിക്കൊണ്ട് പറയാം. അതിന് ഇവള് നല്ലൊരു വഴിയും കണ്ടെത്തി ഒരു ഹോട്ടലിൽ ജോലിക്ക് കയറി. അവിടെ പോയി സ്ഥിരമായിട്ട് ജോലി ചെയ്തു. ആ ഒരു മിസ്റ്റേക്ക് ഇവളുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഒരു സത്യങ്ങളും ഞാൻ ഇപ്പോഴും മനസ്സിലാക്കില്ല. ഒരു മണ്ടനെ പോലെ ഇവളെ അന്ധമായിട്ട് ഞാൻ ഇപ്പോഴും സ്നേഹിച്ചുകൊണ്ടേ ഇരുന്നേനെ എന്ന് വീണ്ടും ആനന്ദ് എല്ലാവരോടുമായിട്ട് പറയാം. അന്നാ ഞാൻ എൻ്റെ ഭാര്യയുടെ വിദ്യാഭ്യാസ യോഗ്യത മനസ്സിലാക്കിയത് എന്ന് വീണ്ടും പറയാം. അപ്പോൾ ഗോമതി അങ്ങനൊന്നും അല്ല എന്നുള്ള രീതിയിൽ തല ആട്ടുകയാണ്. ഇല്ല ദേവിമോൾ ഒരിക്കലും ഇങ്ങനൊന്നും ചെയ്യില്ല, എനിക്കിതൊന്നും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. നീ എന്തൊക്കെയാ ആനന്ദെ വിളിച്ചു പറയുന്നത്? ദേവിമോള് ഹോട്ടലിൽ ജോലിക്ക് പോയെന്നോ എന്ന് വീണ്ടും ചോദിക്കുകയാണ് കേട്ടോ. അപ്പം പെട്ടെന്ന് ബാലൻ ചോദിക്കുക, അല്ല ഉദയഭാനു സാർ ഇതറിഞ്ഞ അദ്ദേഹം ഇതെങ്ങനെ സഹിക്കൂടാ എന്ന് ചോദിക്കുക. പെട്ടെന്ന് ആനന്ദനാണെങ്കിൽ എൻ്റെ വീട്ടുകാർ ഒരിക്കലും മാറില്ല എന്നുള്ള രീതിയിൽ നിൽക്കുക. ഏട്ടത്തി എന്തിനാ ഈ ഹോട്ടലിലൊക്കെ ജോലിക്ക് പോയത്? അച്ഛനോടൊരു വാക്ക് പറഞ്ഞാൽ പോരായിരുന്നോ എന്ന് അപ്പം ആകാശ് ചോദിക്കുക. പെട്ടെന്ന് മീനു പറയും, എല്ലാ ജോലിക്കും അതിൻ്റെതായ അന്തസ്സുണ്ടല്ലോ, ഒരു ജോലിക്കും അന്തസ് കുറവൊന്നും ഇല്ല എന്ന് പറയാ. പെട്ടെന്ന് മിത്ര പറയും, ഉദയഭാനു അങ്കിളിന് ഒരുപാട് ബിസിനസ്സുകൾ ഉള്ളതല്ലേ, ദേവി അടുത്തൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ സ്വന്തമായിട്ടൊരു സ്ഥാപനം തന്നെ അങ്കിൾ ഉണ്ടാക്കി കൊടുക്കില്ലായിരുന്നു എന്ന് ചോദിക്കാം. അപ്പം ആനന്ദ് ചോദിക്കും, അതാ എനിക്കും ആദ്യം മനസ്സിലാകാതിരുന്നത് എന്ന് വീണ്ടും ആനന്ദ് പറയാണ് കേട്ടോ. അപ്പോൾ ദേവി ആനന്ദിൻ്റെ മുന്നിലേക്ക് കയറുന്നത് തലയോട്ടോ പറയലേ ആനന്ദേട്ടാ, ആദ്യമായിട്ട് ഞാൻ ഈ ഉദയഭാനു സാറുണ്ടല്ലോ, ഉദയഭാനു സാറ് അയാളെ ബിഗില്ലാതെയാണ് കാണുന്നത് എന്ന് ആനന്ദ് എല്ലാവരോടായിട്ട് പറയാം. അപ്പം ബാലൻ്റെ മനസ്സിലേക്കും പണ്ട് താൻ കണ്ട രൂപമൊക്കെ കടന്നു വരുന്നുണ്ട് കേട്ടോ. തന്നെ പോലെ ആനന്ദ് തെറ്റിദ്ധരിച്ചതായിരിക്കും എന്ന് വിചാരിക്കാം. തലയിൽ മുടിയില്ലാത്ത ആളായിട്ടാണ് കണ്ടത്. അന്ന് ഞാൻ അയാളെ കണ്ടത് വിഗില്ലാത്ത ഉദയഭാനുവിനെ മാത്രമല്ല എന്ന് വീണ്ടും പറയാം. അപ്പം എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ഈ ആനന്ദേട്ടൻ എന്തൊക്കെയായി പറയാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ തീർന്നു, തൻ്റെ ജീവിതം തീർന്നു എന്നുള്ള രീതിയിൽ ആനന്ദ് അവിടെ നിൽക്കുക. മറയില്ലാത്ത ഒരുപാട് സത്യങ്ങൾ കൂടിയാണ് അന്ന് ഞാൻ മനസ്സിലാക്കിയത് എന്ന് വീണ്ടും പറയാം. അച്ഛന് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നമ്മളെല്ലാവരും വിചാരിക്കുന്നത് പോലെ ഉദയഭാനു ഒരു കോടീശ്വരനൊന്നും അല്ലച്ച എന്ന് വീണ്ടും പറയാണ്. അപ്പം ദേവി അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ് കേട്ടോ. ഇനി ഒരിക്കലും തനിക്കിവിടെ നിലനിൽക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുക. ആഫ്രിക്കയിൽ, ഉഗാണ്ടയിൽ, ജപ്പാനിൽ, ഒറിയയിൽ എവിടെയൊക്കെ ജോലി ഉണ്ടെന്ന് പറഞ്ഞേ അവിടെ ഒന്നും ഒരു ബിസിനസ്സും ഇല്ല. അയാൾ ഈ സ്ഥലങ്ങളൊന്നും കണ്ടിട്ട് പോലും ഇല്ല അച്ഛാ. അവിടെ താമസിക്കുന്നതേ ഒരു വാടക വീട്ടിൽ, ആ വീട് പോലും ഇവരുടെ സ്വന്തമല്ല. അതും ആ വീട്ടിലുള്ള ഉടമസ്ഥനെ പറ്റിച്ച അവിടെ താമസിക്കുന്നത്. അത്രയും മോശം അവസ്ഥയിൽ അവരുടെ ജീവിതം. മറ്റുള്ളവരുടെ പറ്റിച്ച് കിട്ടുന്ന പണം കൊണ്ടാണ് അയാൾ ഓരോ ദിവസവും അയാളുടെ കുടുംബവും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് വീണ്ടും പറയാം. അപ്പം ഗോമതി എഴുന്നേൽക്കും. ആനന്ദേ, നീ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത്? നിനക്ക് എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെയൊക്കെ പറയാനായിട്ട് എന്ന് ചോദിക്കുക. അമ്മ വിശ്വസിക്കുക, ഞാൻ പറയുന്നതൊക്കെ സത്യം അമ്മേ എന്ന് വീണ്ടും പറയാം. അപ്പോൾ ബാലനാണെങ്കിൽ അല്ല, ഒരിക്കലും അല്ല എന്നുള്ള രീതിയിൽ തലയാട്ടുകയാണ് കേട്ടോ. ദേവിയാണ് കരഞ്ഞു വിറച്ച് നിൽക്കുക. കോടീശ്വരി ആയിട്ട് അഭിനയിച്ച ഉദയഭാനു ആയിരുന്നു ഇവളുടെ അച്ഛൻ. മനസ്സിലാകുന്നുണ്ടോ? കോടീശ്വരിയായിട്ട് അഭിനയിച്ച് നമ്മുടെ കുടുംബത്തെ ഇവർ പറ്റിക്കുകയായിരുന്നു. അല്ലാതെ ഇവർക്ക് ഒന്നുമില്ല. നമ്മുടെ മുന്നിൽ അവർ കാണിച്ചതൊന്നും ഒന്നും യാഥാർത്ഥ്യമായിരുന്നില്ല. എല്ലാം കള്ളത്തരങ്ങളായിരുന്നു, മുഴുവനും അഭിനയമായിരുന്നു. കോടീശ്വരായിട്ട് നമ്മുടെ മുന്നിൽ അഭിനയിച്ചതാ എങ്ങനെയെങ്കിലും ഇവളെ ഈ കുടുംബത്തിൻ്റെ മരുമകളാക്കി മാറ്റാനായിട്ട്. അല്ലാതെ 10 പൈസയുടെ ആസ്തിയില്ല. ഉദയഭാനു ആരാണെന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ട്. ഇനി ആ തെളിവ് നിങ്ങളും കൂടി കാണണം എന്ന് ആനന്ദ് പറയാണ്. ഇനി ആനന്ദ് എന്ത് തെളിവാണ് തങ്ങളെ കാണിക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ എല്ലാവരും ആനന്ദിനെ തന്നെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് ആനന്ദ് ഫോൺ എടുത്ത് ഉദയഭാനു പണം മോഷ്ടിക്കുന്ന ആ വീഡിയോ എല്ലാവരുടെ മുന്നിലേക്ക് പ്ലേ ചെയ്യാം. അപ്പോൾ ആ വീഡിയോ കാണുന്ന എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്.
ഉദയഭാനു കടയിൽ നിന്ന് ഡ്രോ തുറന്ന് കാശെടുക്കുന്നത് വ്യക്തമായിട്ട് ആനന്ദിൻ്റെ വീഡിയോയിൽ പതിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ദേവിയും ആനന്ദ് എന്തായി കാണിക്കുന്നത് എന്നറിയാനായിട്ട് നോക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ ദേവി. താൻ അത്രയധികം തകർന്നു പോയി. ദേവി അതിലേക്ക് നോക്കുന്ന പോലും ഇല്ല കേട്ടോ. തല കുനിച്ച് തന്നെ നിൽക്കുന്നേ. തൻ്റെ അച്ഛൻ എന്ത് തെറ്റാ ചെയ്തു കൂട്ടിയത് എന്നുള്ള രീതിയിൽ. പെട്ടെന്ന് ഗോമതി പറയും, അയ്യോ എന്തോ ഈ കാണുന്നേ. അപ്പം ഞെട്ടിത്തെറിച്ച് ദേവിയും അതിലേക്ക് നോക്കുവാണേ. അത് കാണുന്ന ദേവി വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുകയാണ്. അച്ഛൻ കടയിൽ നിന്ന് പൈസ എടുക്കുന്ന വീഡിയോ തൻ്റെ അച്ഛൻ തന്നെ ചതിച്ചോ? കടയിലേക്ക് തന്നോടുള്ള സ്നേഹം കാരണം വരുന്നതാണെന്ന വ്യാജനെ വന്നത് ഓരോ തവണയും പണം മോഷ്ടിക്കാനായിരുന്നോ എന്നുള്ള ചിന്തയിൽ ദേവി തകർന്നടിഞ്ഞു നിൽക്കുക. കണ്ടല്ലോ, കോടീശ്വരനായ ഉദയഭാനു സാറ്, അയാളുടെ യഥാർത്ഥ സ്വഭാവം എല്ലാവർക്കും ബോധ്യപ്പെട്ടില്ലേ എന്ന് ചോദിക്കുക. ദേവി തലക്കടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇങ്ങനൊരു ചതി അച്ഛൻ ചെയ്തോ? നമ്മുടെ ഗോമതി സ്റ്റോറിൽ നിന്ന് പണം മോഷ്ടിക്കുന്ന ദൃശ്യമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ എല്ലാവർക്കും ഉദയഭാനു സാറിൻ്റെ തനി സ്വരൂപം എന്ന് ചോദിക്കുക. ഇതാണ് യഥാർത്ഥ ഉദയഭാനു. നാട്ടുകാരെയും വീട്ടുകാരെയും പറ്റിച്ച് ജീവിക്കുന്ന ഉദയഭാനു എന്ന് പറയാ. കള്ളൻ, പെരുങ്കള്ളൻ, അതാണ് അയാൾ യഥാർത്ഥത്തിൽ എന്ന് പറയാണ്. പക്ഷെ ഒന്നും ദേവിക്ക് എതിർക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം തനിക്ക് എതിരെ എല്ലാ തെളിവുകളും ഈ ഉദയഭാനുവാ മുൻപും നമ്മുടെ ഗോമതി സ്റ്റോറിൽ നിന്ന് 25,000 രൂപ മോഷ്ടിച്ചത്. അന്ന് ആ പാവ മാമനെ എല്ലാവരും കൂടി ചേർന്ന് കള്ളനാക്കി. ആ മാമൻ നെഞ്ചുപൊട്ടി തകർന്നു പോവുകയും ചെയ്യും. ധർമ്മമാമനെ കുറ്റപ്പെടുത്തി അപമാനിച്ചു. എന്തുമാത്രം മാമൻ വേദന അനുഭവിച്ചായിരിക്കും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് എന്ന് വീണ്ടും പറയാം. അപ്പോൾ ആ ഓർമ്മകൾ വരുമ്പം എല്ലാവർക്കും ഒരുപാട് കുറ്റബോധം തോന്നുവാണ്. അന്ന് ഞാൻ തീരുമാനിച്ചതാ ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് കണ്ടെത്തുമെന്ന്. എൻ്റെ മാമനെ വേദനിപ്പിച്ചത് ആരാണെന്ന് കണ്ടെത്തുമെന്ന് ഞാൻ അന്ന് തീരുമാനിച്ചതാ. എൻ്റെ ആദ്യ സംശയം ഇവളായിരിക്കും കാശടിച്ചു മാറ്റിയതെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ തെളിവ് വേണമല്ലോ. ഞാനിവിടെ വന്ന് എന്ത് പറഞ്ഞാലും നിങ്ങൾ ആരും വിശ്വസിക്കാൻ പോകുന്നില്ലല്ലോ. പക്ഷേ എൻ്റെ കയ്യിൽ തെളിവുകളില്ലായിരുന്നു. അതുകൊണ്ടാ ഞാൻ കാത്തിരുന്നത്. ഞാൻ ക്യാമറ ആരും അറിയാതെ കടയിൽ വെച്ചതും മനസ്സിലാകുന്നുണ്ടോ എല്ലാവർക്കും എന്ന് ചോദിക്കുക. ദിവസങ്ങളോളം ഞാൻ കാത്തിരുന്നു. ഇന്ന് ഉദയഭാനു എൻ്റെ വലയിൽ വീഴുക തന്നെ ചെയ്തു എന്ന് പറയുക. അതിൻ്റെ തെളിവായത് എന്ന് പറയണേ. അപ്പം ദേവിയാണെങ്കിൽ ആനന്ദിൻ്റെ മുഖത്തേക്ക് നോക്കുവാണ്. ആനന്ദേട്ടൻ ഇത്രയൊക്കെ പ്ലാൻ ചെയ്തിരുന്നു എന്ന് ചോദിക്കുക. ആനന്ദേട്ടാ എന്ന് പറഞ്ഞ് വീണ്ടും കരയാം. അപ്പം ദേവിയുടെ അടുത്തേക്ക് ആനന്ദ് ചെല്ലുക. എന്നിട്ട് പറയും, നീ കാരണമേ എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ കുഞ്ഞിനെ മാത്രമല്ല, എൻ്റെ മുഴുവൻ ജീവിതവാടി, എൻ്റെ വിശ്വാസമാ എല്ലാം. മനുഷ്യരിലുള്ള എൻ്റെ വിശ്വാസം ഇന്നെനിക്കുണ്ടല്ലോ ആരും വിശ്വാസമില്ല. എൻ്റെ സഹോദരന്മാരെ പോലും എനിക്ക് വിശ്വാസമില്ല. ആ അവസ്ഥയിലാണ് ഞാനിപ്പം. ഒടുവിൽ എനിക്ക് എന്നിലുള്ള വിശ്വാസം പോലും നഷ്ടപ്പെട്ടു. ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോയാൽ എനിക്ക് ചിലപ്പം എന്നെ തന്നെ നഷ്ടപ്പെടും. ഞാൻ ആരോട് പറയാനാ എന്ന് ആനന്ദ് കരഞ്ഞുകൊണ്ട് ചോദിക്കുക. ഞാൻ ആരോടും പറയാൻ പറ്റാതെ ഈ വേദന ഉള്ളിലൊട്ട് നീറി ജീവിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോയാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ഇങ്ങനെ ചത്ത് ഞാനായിട്ട് ഇല്ലാണ്ടാവും. നിങ്ങളെല്ലാവരും കണ്ടല്ലോ ഇവളുടെ അച്ഛൻ ആരാണെന്ന്, എന്താണെന്ന് എന്ന് എല്ലാവരോടുമായിട്ട് ചോദിക്കുകയാണ് കേട്ടോ. ആനന്ദിൻ്റെ ഈ തകർന്ന അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും നിൽക്കുക. ഇവൾക്ക് എല്ലാം അറിയാമായിരുന്നു. പക്ഷേ ഇവളൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഇവളെ പറ്റിയുള്ള സത്യങ്ങൾ ഈ വീട്ടിൽ ആരോടെങ്കിലും ഇവൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുക. ഈ കുടുംബത്തോട് എന്തെങ്കിലും ഒരു ആത്മാർത്ഥതയോ സ്നേഹമോ ഉണ്ടായിരുന്നെങ്കിൽ ഇവൾ ഇത്രയും വലിയ ചതി ചെയ്യുമായിരുന്നോ? ഇത്രയും വലിയൊരു വഞ്ചന ചെയ്യാൻ ഇവൾക്ക് എങ്ങനെ സാധിച്ചു എന്ന് വീണ്ടും ആനന്ദ് എല്ലാവരോടുമായിട്ട് ചോദിക്കുകയാണ്. ഇവൾക്ക് ഇവിടെ സുഖമായിട്ട് ജീവിക്കണമായിരുന്നു. ഈ വീട്ടിലെ മരുമകളായി, അത് മൂത്ത മരുമകളായി, എല്ലാവരുടെ ഏടത്തിയായി ഇവിടെ കിട്ടുന്ന സ്നേഹവും പരിഗണനയും എന്നും ഇവൾക്ക് കിട്ടണമായിരുന്നു. അതിനുവേണ്ടി ഇവളും ഇവളുടെ അച്ഛനും അമ്മയും പറയുന്ന സകല കള്ളത്തരങ്ങൾക്കും കൂട്ടുനിന്നു. അവർ പറയുന്നതനുസരിച്ച് ജീവിച്ചു. പക്ഷേ ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് ഞാനിങ്ങനെ നെഞ്ചിൽ തീയുമായിട്ട് നടക്കുന്നത് ആർക്കും അറിയണ്ടല്ലോ. ഞാൻ നെഞ്ചിൽ നെരിപ്പോടുമായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഇഞ്ചിഞ്ചായിട്ട് ഞാൻ നശിച്ചു പോകും. എൻ്റെ അച്ഛൻ ചുളുവിലായിട്ട് ഗോമതി സ്റ്റോർ ഇവളുടെ കയ്യിൽ ഏൽപ്പിച്ചില്ലേ? കയ്യിൽ താക്കോൽ ഏൽപ്പിക്കുന്നത് ഞാൻ നോക്കി നിശബ്ദനായി നിൽക്കേണ്ടി വന്നു. എൻ്റെ മുന്നിൽ വേറെ വഴിയില്ലല്ലോ. ഞാൻ എന്ത് പറയാനാ? ആരെങ്കിലും വിശ്വസിക്കുമോ എന്ന് ആനന്ദ് വീണ്ടും ചോദിക്കുക. ആരോടും എനിക്ക് തുറന്നു പറയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് കരയുവാണ് കേട്ടോ. അപ്പോൾ ആനന്ദിനെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണോ എന്നറിയാതെ ബാലനും ഇങ്ങനെ നിൽക്കുക. അതാ ഞാൻ അനുഭവിച്ച നരകം. അത് മനസ്സിലാകണമെങ്കിൽ എൻ്റെ സ്ഥാനത്ത് നിങ്ങൾ ഓരോരുത്തരും വരണം. ഇത്രയധികം നെരിപ്പോടുമായിട്ട് നടക്കാൻ എനിക്ക് ഇനിയും സാധിക്കില്ല. ഞാൻ ചിലപ്പോൾ മരിച്ചു പോകുമെന്ന് പറഞ്ഞ് വീണ്ടും കരയുക. പെട്ടെന്ന് ഗോമതി
ദേവിയുടെ മുന്നിലേക്ക് വന്ന് നിൽക്കുക. എന്നിട്ട് പറയും, ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചത് നിന്നെയാ. എൻ്റെ മോളുടെ സ്ഥാനത്താണ് ഞാൻ നിന്നെ കണ്ടത്. നിന്റെ പണമോ സ്വത്തോ സമ്പത്തോ ഒന്നും കണ്ടിട്ടല്ല ഞാൻ നിന്നെ സ്നേഹിച്ചത്. എൻ്റെ ആനന്ദിൻ്റെ വധുവായിട്ടാണ് നീ ഈ വീട്ടിലേക്ക് കയറി വന്നത്. ഇവൻ ഈ പറഞ്ഞതൊക്കെ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. നിനക്ക് ഇത്രയും വലിയ ചതി ഈ കുടുംബത്തിനോട് ചെയ്യാനായിട്ട് സാധിക്കുമോ എന്ന് ഗോമതി വീണ്ടും ചോദിക്കുക. അപ്പം ആനന്ദ് പറയും, അമ്മേ, ഇനി ഇവൾക്ക് ഒരു അക്ഷരം മിണ്ടാനായിട്ട് സാധിക്കില്ല. ഇപ്പോഴും ഇവള് നിൽക്കുന്ന കണ്ടില്ലേ, ഇവളും ഇവളുടെ വീട്ടുകാരെക്കുറിച്ചുള്ള സകല സത്യങ്ങളും ഒന്നും എനിക്കറിയില്ല. ഒരു 50% സത്യങ്ങളെ എനിക്കറിയത്തുള്ളൂ. അതാണ് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞത്. ഇതിലും വലിയ കള്ളത്തരങ്ങളാ ചെയ്തു കൂട്ടിയിട്ടുള്ളത് അയാൾ. ബാക്കി എന്താണെന്ന് ആർക്കറിയാം, എന്തൊക്കെ ചതികൾ ചെയ്തു കൂട്ടിയിട്ടുണ്ടെന്ന് ആർക്കറിയാം. ഇവളുടെ പേര് ദേവിയോ എന്ന് തന്നെയാണെന്ന് ആർക്കറിയാം. എല്ലാം കള്ളത്തരങ്ങളാ എന്ന് വീണ്ടും പറയാം. ഇവളുടെ കുടുംബത്തെയും വിശ്വസിക്കാൻ സാധിക്കില്ല. കുടിച്ച വെള്ളത്തിൽ പോലും അത്രയും തെറ്റുകൾ ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ്. ഇവൾ ഈ വീട്ടിലേക്ക് വന്ന് കയറിയ അന്ന് മുതൽ ഇന്ന് ഈ നിമിഷം വരെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവൾ കാണിച്ചതും പ്രവർത്തിച്ചതും എല്ലാം നാടകങ്ങളാണ്. മുഴുവൻ നാടകങ്ങൾ, മുഴുവൻ കള്ളത്തരങ്ങൾ. അതിൽ 1% പോലും സത്യമില്ല. ഇവളെ പറ്റിയുള്ള ഒരു കാര്യങ്ങളും നമുക്ക് അറിയത്തുമില്ല. ഇത്രയും കള്ളത്തരങ്ങൾ ചെയ്തു കൂട്ടാൻ ഒരാൾക്ക് സാധിക്കുമോ? ഇവൾ നമ്മളെ ആരെയും സ്നേഹിച്ചിട്ടില്ല, ഈ കുടുംബത്തെയും സ്നേഹിച്ചിട്ടില്ല. ഇവൾ അവളുടെ നിലനിൽപ്പ് മാത്രമേ നോക്കിയിട്ടുള്ളൂ എന്ന് വീണ്ടും പറയാണ്. അപ്പം ദേവി ഒരു പാവയെ പോലെ അവിടെ നിൽക്കുക. എൻ്റെ ജീവിതം തകർത്തു, എൻ്റെ സ്വപ്നങ്ങൾ തകർത്തു, ഈ കുടുംബത്തെ ചതിച്ചു, ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടാണ് ഇവളിവിടെ വന്ന് നിൽക്കുന്നത് എന്ന് പറയാ. എൻ്റെ പാവം അച്ഛനെയും ഇവൾ ചതിച്ചു എന്ന് വീണ്ടും പറയാണ്. എൻ്റെ അച്ഛൻ എനിക്ക് നല്ലൊരു ജീവിതം കിട്ടിയെന്ന് കരുതി എത്രമാത്രം സമാധാനിച്ചതാ, അതൊക്കെ വെറുതെ ആയതെന്നറിഞ്ഞ് പാവം നെഞ്ചുപൊട്ടി നിൽക്കുന്നത് കണ്ടില്ലേ എന്ന് ചോദിക്കുക. പെട്ടെന്ന് ഗോമതിക്ക് ഒന്നും പറയാനില്ലാത്തതുപോലെ റൂമിലേക്ക് കയറി പോവാണ്. ദേവിയാണെങ്കിൽ തകർന്ന് തരിപ്പണമായിട്ട് അവിടെ നിൽക്കുക. ആരും തന്നോട് മിണ്ടുന്നു പോലുമില്ല. ഇത്രയധികം തന്നെ വെറുത്തു പോയോ ഈ കുടുംബം എന്ന് ഉള്ള രീതിയിൽ എല്ലാവരെയും മാറി മാറി നോക്കുക. ആർക്കും തന്നോട് ഒരു രീതിയിലുള്ള ദയവും ഇല്ല എന്നുള്ള രീതിയിൽ നിൽക്കുക. പെട്ടെന്നാണെങ്കിൽ ബാലനാണ് അങ്ങോട്ട് വരികയാണ് കേട്ടോ ആനന്ദിൻ്റെ അടുത്തേക്ക്. ആനന്ദിൻ്റെ കരഞ്ഞ് തകർന്നുള്ള ഭാവം കാണുന്ന ആനന്ദാണെങ്കിൽ ബാലൻ്റെ നെഞ്ചത്തേക്ക് ചേർന്ന് നിൽക്കുക. അപ്പം കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ ബാലൻ. എന്നിട്ട് ബാലനും ആനന്ദിൻ്റെ ഒപ്പം കരയുവാണേ. എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം ഒന്നും ആലോചിക്കാതെ അച്ഛൻ തകർത്ത് കളഞ്ഞല്ലോടാ എന്നുള്ള രീതിയിലാണ് ബാലനും പൊട്ടിക്കരയുക. ബാലനെയും ഇത്രയും തകർന്ന അവസ്ഥയിൽ ആരും കണ്ടിട്ടില്ല. അപ്പം ഈ കാഴ്ചകൾക്ക് സാക്ഷിയായി ബാക്കി എല്ലാവരും അവിടെ തന്നെ ഉണ്ട്. ദേവിയാണെങ്കിൽ ഒറ്റപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും